പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സമയം ഒത്തിരി എൻ്റെ മുൻപിലില്ലെന്നറിയാം. വളരെ വളരെ തിടുക്കത്തോടെ ആയിരിക്കുന്നത്. ഞാനും ഒരു സഭയുടെ ശുശ്രൂഷകനായതുകൊണ്ട് അതിൻ്റെ ഗൗരവവും അതിൻ്റെ എല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാനും വളരെ തിടുക്കത്തോടെ ആയിരിക്കുന്നു. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. വിശേഷാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ച് ദൈവവചന ശുശ്രൂഷയിലേക്ക് ഞാൻ വേഗത്തിൽ പ്രവേശിക്കുകയാണ്. പ്രത്യേകാൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കടന്നു വരുവാൻ ദൈവം ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തു. എല്ലാ മഹത്വവും ഞാൻ ദൈവത്തിന് അർപ്പിക്കുന്നു. ഒരു സാധ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്ത്, ഒരു പരിചയമില്ലാത്ത സ്ഥാനത്ത് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ 2 ദിനം ബഹുമാനിയ കർത്തദാസനോടും കുടുംബത്തോടും ആയിരിക്കാൻ കർത്താവ് ബലപ്പെടുത്തി. അത് വലിയ അനുഗ്രഹമായിരുന്നു. ദൈവസഭയോട് ഒരുമിച്ചായിരുന്നത് വലിയ അനുഗ്രഹമായിരുന്നു. എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേഗത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്. സമയം എന്നെ അനുവദിക്കുന്നില്ല. എല്ലാവരും ദൈവം സഹായിക്കട്ടെ. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും കരുതലിനും പ്രാർത്ഥനയ്ക്കും എല്ലാറ്റിലുമായി നന്ദി പറയുന്നു. അല്പനിമിഷത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് പത്രോസ് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 11-ാമത്തെ വാക്യം പ്ലീസ് റീഡ്. പത്രോസ് 2 Peter 1 chapter 1 verses 11. പ്ലീസ് റീഡ് വെരി ഫാസ്റ്റ്. ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ പ്ലീസ്. മൈക്ക് ഉപയോഗിച്ച് വായിച്ചാട്ടെ പ്ലീസ്. പെട്ടെന്ന്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ സ്തോത്രം. എന്നെ ആത്മീയ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ച സമയത്ത് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, സഭയുടെ ശുദ്ധീകരണം, സഭയുടെ നിലനിൽപ്പ്, സഭയുടെ അഭിവൃദ്ധി, ആ സഭയിൽ 2025 ഞാൻ ചിലത് ചെയ്യാൻ പോകുന്നു. അത് മാത്രം ആ വെളിപ്പാടിനകത്ത് ശുശ്രൂഷിപ്പാനുള്ള വ്യക്തമായ നിയോഗത്തോടും ദൈവകൃപയോടുമാണ് ദൈവം എന്നെ അയച്ചത്. ഞാൻ അതിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇന്ന് പകലിലും ദൈവം സഭയോടുള്ള ബന്ധത്തിൽ ചില ശക്തമായ ദൂതുകൾ, ചില കുടുംബങ്ങളോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ ചില ദൂതുകൾ എന്നെ അറിയിച്ചിട്ടുണ്ട്. വേഗത്തിൽ ഓർപ്പിച്ച് ദൈവം സന്നിധിക്കുകയാണ്. നിർത്തി വായിച്ചാട്ടെ സിസ്റ്റർ, ഒരു പ്രാവശ്യം കൂടെ പ്ലീസ്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ. അതുകൊണ്ട് ഇവിടെ എടുത്ത് അടിവരയിട്ട് പറയുകയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പക്ഷേ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇടറിപ്പോകും. ഇടറിപ്പോയാൽ എന്ത് സംഭവിക്കുമെന്ന് വളരെ വ്യക്തമായി തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. വായിച്ചാട്ടെ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധന്മാരെ, ദൈവസഭയെ, നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ നിത്യത നഷ്ടപ്പെടുമെന്ന് ഇന്ന് പകലിലൂടെ ഞാൻ അടിവരയിട്ട് തിരുവചനത്തിലൂടെ ആത്മനിയോഗത്തോടെ ദൈവകൃപയോടെ ഞാൻ ഉറപ്പായിട്ട് ഓർപ്പിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ചെയ്യേണ്ടത് ചെയ്യണം കേട്ടോ. ദൈവസഭയിൽ വന്നു, ദൈവ അനുഗ്രഹമൊക്കെ തന്നു, എല്ലാം ശരിയാ. പക്ഷെ അതുകൊണ്ട് നിത്യതയിൽ പോകുമെന്ന് ഉറപ്പിക്കരുത്. അതെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു വിശുദ്ധൻ എന്ത് ചെയ്യണം? അവൻ ചെയ്യേണ്ടത് ചെയ്യണം, നടക്കേണ്ടതുപോലെ നടക്കണം, ജീവിക്കേണ്ടതുപോലെ ജീവിക്കണം. അങ്ങനെ ചെയ്താൽ എന്തൊക്കെയാണെന്ന് വേഗത്തിലൊന്ന് ഓർപ്പിക്കുക. ഇത് വലിയൊരു മെസ്സേജാണ്. ഞാൻ എൻ്റെ എസൻസിലേക്ക്, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരിക. അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ പെട്ടെന്ന് വായിച്ചാൽ. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് നമ്മുടെ മേൽ ലഭിച്ചിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ കഴിവ് കൊണ്ടോ അറിവ് കൊണ്ടോ ജ്ഞാനം കൊണ്ടോ കുടുംബശ്രേഷ്ഠത കൊണ്ടോ ഒന്നും കിട്ടിയതല്ല. യേശുക്രിസ്തുവിന്റെ നീതിയാൽ നമ്മുടെ മേൽ ലഭിച്ച ഒരു വിശ്വാസമാ ഇന്ന് പകൽ നമ്മുടെ മേലുള്ളത്. യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നമ്മുടെ മേൽ ലഭിച്ചിരിക്കുന്ന, യേശുക്രിസ്തുവിന്റെ നീതിയാൽ നമ്മുടെ മേൽ ലഭിച്ചിരിക്കുന്ന ആ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ജനം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതും കൂടെ ചെയ്തു തീർന്നാൽ നിത്യതയിൽ എത്തിച്ചേരുവാൻ കഴിയും. സ്തോത്രം. വായിച്ചാട്ടെ പെട്ടെന്ന്. ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നീതിയാൽ നമ്മുടെ മേൽ ലഭിച്ചിരിക്കുന്ന വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവവൈതൽ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് വരണം. ഇന്ന് പകൽക്കാലം ആ വചന വെളിപ്പാടിലേക്ക് വരണം, യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് വരണം. സ്തോത്രം. അതിലൂടെ ഒരു ആത്മീയ വളർച്ച പ്രാപിക്കണം.
ആ വളർച്ചയിലൂടെ മുൻപോട്ട് പോയി നിത്യതയിലേക്ക് എത്തിച്ചേരണം. സ്തോത്രം, സ്തോത്രം. എന്താ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനമെന്ന് ഞാൻ ലാസ്റ്റ് ഭാഗത്ത് വരുമ്പോൾ മനസ്സിലാവും. വായിച്ചോ, അത് ഞാൻ പറയാം, ഡിഫൈൻ ചെയ്യാം പ്ലീസ്. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവൻ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ നടക്കണം. എന്തോ പരിജ്ഞാനം? രണ്ട് കാര്യങ്ങൾ വചനം പഠിപ്പിക്കാൻ റെഫറൻസ് ഒന്നും എടുക്കാൻ എനിക്ക് സമയമില്ല. ജ്ഞാനവും പരിജ്ഞാനവും, നോളജ് ആൻഡ് വിസ്ഡം. എന്തുവാ അത്? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോളജ് ആൻഡ് വിസ്ഡം? എന്തുവാ അത്? എന്തുവാ ജ്ഞാനം? ഇത് എവിടുന്ന് കിട്ടുന്ന ജ്ഞാനം? ഇത് എവിടുന്ന് കിട്ടുന്ന പരിജ്ഞാനം? ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കിട്ടുന്നത്? ഏത് രാജ്യത്തു നിന്നാണ് കിട്ടുന്നത്? യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന ഒരു ശിഷ്യന്മാർക്കും അവരൊരു യൂണിവേഴ്സിറ്റിയിലും ഇല്ലായിരുന്നു. മീൻ പിടിക്കുന്നവരും ടാക്സ് കളക്ട് ചെയ്യുന്നവരും ജീവിതത്തിൽ യാതൊരു യോഗ്യതയും ഇല്ലാത്തവരെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് സ്വർഗീയ ജ്ഞാനത്താൽ അവരെ നിറച്ചു. അതുകൊണ്ട് ഇവിടെ ഡിഗ്രിയും ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. ഇവിടെ വേണ്ടത് എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ നീതിയാൽ നമ്മുടെ മേൽ ലഭിച്ചിരിക്കുന്ന ആ വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസം പ്രാപിച്ച് ആ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്ന് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ അനുദിനം വളരണം. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വിളിക്കപ്പെട്ടവർ അനേകരാ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാ. കാരണം യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നിന്നെങ്കിലേ അവൻ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ വരത്തുള്ളൂ. യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നിറഞ്ഞു നിൽക്കണം. യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരണം. ആമേൻ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വില കൊടുക്കുവാൻ കഴിയും? ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ പ്രവൃത്തി കാണിക്കാനുള്ള സ്ഥലമല്ല ആലയത്തിൽ വന്ന് കവിണ് വീണ് നിലവിളിച്ച് ദൈവിക പരിജ്ഞാനം പ്രാപിച്ച് ദൈവകൃപ പ്രാപിക്കാനുള്ള സ്ഥലമാ. ദൈവത്തിന്റെ ആലയം രാഷ്ട്രീയം കളിക്കാനുള്ള സ്ഥലമല്ല. സ്തോത്രം. ദൈവത്തിന്റെ സഭ ദൈവദാസന്റെ പ്രോപ്പർട്ടി അല്ല, ജെയിംസ് കെ മാർട്ടിന്റെ പ്രോപ്പർട്ടി അല്ല. ഒരുവൻ അവസാന തുള്ളി രക്തം വരെ തന്ന ദൈവത്തിന്റെ സഭയായത്. പ്രിയപ്പെട്ടവരെ, മടങ്ങി വരേണ്ടവർ വേഗത്തിൽ മടങ്ങി വന്നുകൊള്ളണം. പ്രിയപ്പെട്ടവരെ, എനിക്ക് ദൈവത്തെ ഭയങ്കര പേടിയാ. ദൈവം പറയാതെ ഒരു കാര്യം ഞാൻ പറയത്തില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഞാൻ പലതും കണ്ടിട്ടുണ്ട്. കണ്ണിന് കണ്ടിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ ചെന്നപ്പോഴേ, സ്തോത്രം, ഒരു ദൈവദാസൻ അതീവ ഗുരുതരാവസ്ഥയിൽ നിൽക്കുക. അപ്പം എന്നെ ഒരു കർത്തദാസൻ പറഞ്ഞു, പാസ്റ്റർ നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം പ്രാർത്ഥിക്കാൻ. ദൈവാത്മാവ് പറഞ്ഞു, മോനെ നീ അതിനു വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞാൽ പിന്നെ ഞാൻ പ്രാർത്ഥിക്കത്തില്ല. എന്താ വിഷയം എന്നറിയാം? വേഗത്തിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്യാൻസർ വന്ന് ഇഞ്ചിഞ്ചായിട്ട് മരിച്ചു. അദ്ദേഹത്തിൻ്റെ 2 അനുഗ്രഹീതരായ പെൺകുഞ്ഞുങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉന്നത സ്ഥാനത്ത് ജോലി ചെയ്തവർ ക്യാൻസർ വന്ന് ഇഞ്ചിഞ്ചായിട്ട് മരിച്ചു. അദ്ദേഹം മരണത്തോട് മരിക്കുകയല്ല. കാരണം എന്തറിയോ? ദൈവസഭയ്ക്കകത്ത് വലിയ പ്രശ്നം നടന്നു. കർത്താവിൻ്റെ മേശ ഇവിടെ ഇരിക്കുകയാണ്. ഈ മേശ ബഥേൽ പെന്തക്കോസ് സഭയുടേതല്ല കേട്ടോ. ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടേതല്ല, ഷാരോൺ ഫെലോഷിപ്പിൻ്റെതല്ല, ചർച്ച് ഓഫ് ഗോഡിൻ്റെ അല്ല. അതെ, 4 കോടതികളിൽ മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു കുറ്റവുമില്ലാത്തവനെ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സർവ പിന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന പീലാത്തോസ് പോലും ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ്, ആമേൻ, നീതിമാൻ എന്ന് വിധി എഴുതി ആ വിധി മാറ്റിവെച്ചിട്ട് നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെയും ചൊരിഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും ഇന്ന് പകലിൽ നമ്മുടെ മുൻപിലായിരിക്കുന്നത്. ഇത് പകൽക്കാലം എങ്ങനെയും നടന്നിട്ട് കൈനീട്ടാനുള്ളതല്ല ഇത്. ആമേൻ. എന്തും പറഞ്ഞിട്ട്, എന്തും ചെയ്തിട്ട്, എന്തും കാണിച്ചിട്ട് വന്ന് കരങ്ങളെ നീട്ടുവാനുള്ളതല്ല ഇത്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പെട്ടെന്ന് പറയാം, ചുരുക്കി ഞാൻ പറയട്ടെ. എന്താ വിഷയം ഉണ്ടായെന്നറിയാമോ? വിഷയമുണ്ടായത്, സഭയിൽ വലിയ പ്രശ്നം നടന്നു. ചില കുടുംബക്കാരാ പ്രശ്നമുണ്ടാക്കിയത്. അവരൊക്കെ നാമാവശേഷമായി പോയി. ദൈവസഭയെ കളിച്ച തീക്കളിയാ കേട്ടോ. ദൈവസഭ അപ്പച്ചൻ്റെ പ്രോപ്പർട്ടിയാ. കുഞ്ഞു കളിക്കാനുള്ള സ്ഥലമല്ല ഇത്. സഭയ്ക്കുള്ള ആലോചനയ്ക്ക് ആദ്യത്തെ ദിവസം ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വന്നവർക്കറിയാം.
സഭ തമ്പുരാൻ നോക്കിക്കോളും. സഭ കെട്ടിയടച്ചൊരു തോട്ടമാണ്, തീർന്നില്ല. ആ ദൈവദാസൻ്റെ അവസാനം, കാരണം അദ്ദേഹത്തിന് പറ്റിയ പ്രശ്നം അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല, സഭയിൽ ചിലർ പ്രശ്നമുണ്ടാക്കിയപ്പോൾ കർത്തൃമേശ ഈ മേശയിൽ പുറത്തിരിക്കുക, ഈ തിരുമേശ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കൊടുക്കാതെ എടുത്തുകൊണ്ടങ്ങ് മാറ്റി. അതിൻ്റെ ശിക്ഷ ആ കുടുംബം അനുഭവിച്ചത്. മനസ്സിലായല്ലോ? ഇനി അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇന്ന് പകലിൽ ദൈവദാസന്മാർക്ക് നേരെ വിരൽ ചൂണ്ടരുത്, ദൈവസഭയ്ക്ക് നേരെ വിരൽ ചൂണ്ടരുത്. ദൈവദാസൻ ആരാണെന്ന് അറിയാമോ? അതൊന്ന് വായിച്ച് മതിയാകെയുള്ള സമയമില്ലെങ്കിൽ മലാക്കി പ്രവചനം എടുത്താട്ടെ. ബുക്ക് ഓഫ് മലാക്കി ചാപ്റ്റർ 2 വേഴ്സസ് 7 പ്ലീസ്. പെട്ടെന്ന് മലാക്കി 2:7. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതന. സ്തോത്രം. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതന. കേട്ടോ? വായിച്ചാട്ട് മോളെ. അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതുമല്ലോ. ദൈവസഭയെ ഉപദേശം ചോദിച്ചു പഠിക്കുവാനായിട്ട് ദൈവിക പരിജ്ഞാനത്തിൽ ദൈവസഭയെയും വിശുദ്ധന്മാരെയും നടത്തേണ്ടതിനായി ദൈവം പുരോഹിതനെ ഇവിടെ ആക്കിയിരിക്കുക. പുരോഹിതനാരാ? സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതന. കുഞ്ഞു കളിക്കരുത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസഭയും ദൈവത്തിന്റെ ശുശ്രൂഷക്കാരും ദൈവത്തിന്റെ വകയാ. സ്തോത്രം. ഇനി നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് വന്നാട്ടെ. വേഗത്തിൽ ആ പത്രോസിന്റെ ലേഖനം താഴോട്ട് വായിച്ചാട്ടെ പെട്ടെന്ന്. തന്റെ മഹത്വത്താലും വീര്യത്താലും, തന്റെ മഹത്വത്താലും, ഒന്നുകൂടെ ഞാൻ പറയാം, യേശുക്രിസ്തുവിന്റെ നീതിയാൽ ലഭിച്ച വിശ്വാസം, അതിലൂടെ പ്രാപിച്ച രക്ഷ, ആ രക്ഷയിലൂടെ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളർന്ന് മുൻപോട്ട് പോകുമ്പോൾ, വായിച്ചോ, തന്റെ മഹത്വത്താലും വീര്യത്താലും, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. വീണ്ടും പറയുന്നു, വീണ്ടും പറയുന്നു, വീണ്ടും എടുത്ത് അടിവരയിട്ട് പറയുന്നു, നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. നമ്മെ വിളിച്ചത് ബെഥേൽ പെന്തക്കോസ് അസംബ്ലി അല്ല, ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയല്ല, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് അല്ല, ചർച്ച് ഓഫ് ഗോഡ് അല്ല. നമ്മെ വിളിച്ചത്, ആമേൻ, അഖിലാണ്ടത്തിന്റെ സൃഷ്ടിതാവ്, ആമേൻ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി, കൽപ്പിച്ചപ്പോൾ സംഭവിച്ചെങ്കിൽ, ആമേൻ, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച, ആമേൻ, സകലത്തിന്റെയും സൃഷ്ടിതാവായ സർവശക്തനായ ദൈവമാണ് തന്റെ അവസാനത്തുള്ളി രക്തം വരെ തന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. പെട്ടെന്ന് വായിച്ചാട്ടെ. അവന്റെ ദിവ്യശക്തി, അവന്റെ ദിവ്യശക്തി. ആരുടെ മേലാ ദിവ്യശക്തി വരുന്നത്? ആരുടെ മേലാ ദിവ്യശക്തി വരുന്നത്? ആരുടെ മേലാ ദിവ്യശക്തി വരുന്നത്? ശ്രദ്ധിക്കണം. ആരുടെ മേലാ? യേശുക്രിസ്തുവിന്റെ നീതിയാൽ, ആമേൻ, പ്രാപിച്ച വിശ്വാസത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ആണ് ഈ ദിവ്യശക്തി പകരുന്നത്. അപ്പം പെട്ടെന്ന് നമുക്ക് നിത്യതയിലോട്ട് ചെല്ലാൻ പറ്റത്തില്ല. ആമേൻ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ ദൈവത്തിന്റെ കാഹളത്തോടും കൂടി ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് കൂടെ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. ആരെടുക്കപ്പെടും? യേശുക്രിസ്തുവിന്റെ നീതിയാൽ പ്രാപിച്ച വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളർന്ന് ദിവ്യശക്തിയാൽ നിറയപ്പെട്ടവർ എടുക്കപ്പെടും. സ്തോത്രം. ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ സാധാരണ സ്നാനപ്പെടുത്തുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ജീവപര്യന്തം വിശ്വസ്തമായിരിക്കുക. എന്നാൽ നീ മോനെ സ്നാനപ്പെട്ടുകൊണ്ട് സ്വർഗ്ഗത്തിൽ പോകുമെന്നല്ല കേട്ടോ, ധാരണ മാറ്റിക്കോണം. അവസാനമായി ഒന്നുകൂടെ പറയാം, മാനസാന്തരപ്പെടുന്നവർ, മടങ്ങി വരേണ്ടവർ മടങ്ങി വന്നോണം. സാധാരണ ഞങ്ങളൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് രക്ഷിക്കപ്പെട്ടവരെ സ്നാനപ്പെടാനാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പം കർത്താവ് എന്നോട് പറഞ്ഞത്, ദൈവസഭയിൽ സ്നാനപ്പെട്ടവരുണ്ട്, രക്ഷിക്കപ്പെട്ടവർ കുറവാണ്. സ്തോത്രം. പാരമ്പര്യം കൊണ്ടും പിന്നെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടൊക്കെ അങ്ങ് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് അങ്ങ് സ്നാനപ്പെട്ടുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, സമയമില്ല. വായിച്ചാട്ടെ, പെട്ടെന്ന് വായിച്ചാട്ടെ. അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് വരിക. യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന
ദിവ്യശക്തി പകരപ്പെട്ട ഒരു ദൈവ വൈതലിന്റെ മേൽ ദൈവം എന്ത് ചെയ്യും? ജീവനും ഭക്തിക്ക് വേണ്ടുന്നതെല്ലാം എന്ത് ചെയ്തിരിക്കുക? ദാനം ചെയ്തിരിക്കുക. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, പ്രിയ ദൈവ വൈതലേ, നീ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ ഒത്തിരി ബഹുമാനിക്കുന്നു. ആ സ്നേഹത്തോടും ബഹുമാനത്തോടും താഴ്മയോടും വിനയത്തോടും ഞാൻ പറയട്ടെ, പ്രിയ ദൈവമക്കളെ, ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് വളരെ താഴ്മയോട് പറയട്ടെ. അതെ, കാറ് മേടിക്കാൻ നീ ഉപവസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വീട് കിട്ടാൻ ഉപവസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത് വേണ്ട, അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതെ, ആ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ ആ ദിവ്യശക്തിയിൽ നിലനിൽക്കുന്നെങ്കിൽ ദൈവിക കരുതലെല്ലാം നമുക്ക് വന്നോളും. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ വളർന്ന് ദിവ്യശക്തി പ്രാപിച്ച് നിത്യതയിലെത്താൻ വേണ്ടി ഉപവസിക്കണം. ആമേൻ, ആമേൻ. പെട്ടെന്ന് വായിച്ചേട്ടെ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇതൊരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ. ഇത് ആർക്കാണെന്നറിയാമോ? നമ്മുടെ ഒരു വിഷയം, നമ്മുടെ ഏറ്റവും വലിയൊരു വിഷയം, നമ്മളെ വചനത്തിൻ്റെ പിന്നെ നമുക്ക് വേണ്ട ഭാഗം മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. അതിൻ്റെ മോളും താഴെയൊക്കെ ഒന്ന് പരിശോധിക്കണം. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണം, ഞാൻ ഒന്നുകൂടെ പറയാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ വളരെ ലളിതമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിലോട്ട് അങ്ങ് ഇറങ്ങുക. ഞാൻ വളരെ ലളിതമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ, സമയമില്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ പറയാം. അതായത് യേശുക്രിസ്തുവിൻ്റെ നീതിയാൽ നമുക്ക് ലഭിച്ച വിലയേറിയ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ദൈവകൃപയിലേക്ക് വന്ന് യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ നമ്മൾ വളർച്ച പ്രാപിച്ച്, ആ വളർച്ച തീരുകയല്ല, പ്രാപിക്കുകയല്ല, അനുദിനം യേശുക്രിസ്തുവിൻ്റെ വരവോളം നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് വരെയും അനുദിനം യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലൂടെ അനുദിനം നമ്മൾ വളർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ തന്നെ വളർച്ച അനുസരിച്ച് ദിവ്യശക്തി നമ്മുടെ മേൽ ദൈവം പകർന്നുകൊണ്ടിരിക്കുക. വളർച്ച അനുസരിച്ച് ആ ശക്തി കൂടുന്നത്. അപ്പോൾ വളർച്ച അനുസരിച്ച് നമ്മിലേക്ക് ആ ശക്തി കൂടി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ടി ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെ പോലെ ഒരു ഭാഗത്ത് ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുമ്പോൾ, മറുഭാഗത്ത് അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും. എന്തുവാ വിലയേറിയത് അതിമഹത്തായ വാഗ്ദത്തങ്ങൾ? US പോകുമെന്നാണോ? അതോ എന്തോ അതിരുകളെ വിശാലമാക്കുമെന്നാണോ? 4 വീട് മേടിക്കുമെന്നാണോ? അതൊക്കെ പോട്ടെ, അതൊന്നുമല്ല നമ്മുടെ വിഷയം. അല്ല, ഒരു ഭാഗത്ത് തമ്പുരാൻ പറയുന്നത് ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുമ്പോൾ തന്നെ, ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുമ്പോൾ തന്നെ അതിനപ്പുറത്ത് ശ്രേഷ്ഠമേറിയത് അതെന്താ? ശ്രദ്ധിക്കണം, ജീവിക്കാനും ഭക്തിയിൽ നിലനിൽക്കാനും മാത്രമേ ഉള്ളൂ കേട്ടോ. ശ്രദ്ധിക്കണം. സ്തോത്രം. ജീവിക്കാനും നമ്മുടെ ഭക്തിയിൽ നിലനിൽക്കാനും മാത്രമുള്ളതേ ഉള്ളൂ. കാരണം ഇവിടെ കൂടിയാൽ അപ്പുറത്ത് പ്രശ്നം വരും. ഇവിടെ കൂടിയാൽ സ്തോത്രം. അതുകൊണ്ട് ജീവനും ഭക്തിക്കും വേണ്ടുന്നത് എല്ലാം നമുക്ക് തന്നിട്ട് അവൻ എന്ത് ചെയ്യാണ്? മറുഭാഗത്ത് പ്ലീസ് പെട്ടെന്ന് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞോണം ദിവ്യ സ്വഭാവത്തിന് കൂട്ടവകാശികളായി തീരണം. ശ്രദ്ധിച്ചോ? നിങ്ങൾ എന്ത് ചെയ്യണം? ദിവ്യ സ്വഭാവത്തിന് കണ്ടോ? ഇപ്പം കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായി കാണുമെന്ന് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. പെട്ടെന്ന് ഞാൻ നിർത്തുകയാണ്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാ വരുന്നത്? അപ്പം ലോകത്തിന്റെ മോഹത്തിലുള്ള നാശം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ജീവനും ഭക്തിക്കും വേണ്ടുന്നത് മാത്രം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. മനസ്സിലായോ? ആമേൻ. ഇവിടെ അല്പം ഞെരുക്കം വന്നാലും, ഇവിടെ അല്പം കഷ്ടത വന്നാലും, ഇവിടെ അല്പം പ്രതിസന്ധി വന്നാലും ശ്രേഷ്ഠമായത് ദൈവം നമുക്ക് ഒരുക്കുന്നുണ്ട്. ആമേൻ, ആമേൻ. ഞാൻ എൻ്റെ വാക്കുകൾ പറഞ്ഞ സമയത്തേക്കാൾ മുൻപ് ഞാൻ അങ്ങ് നിർത്തുക. നമുക്കറിയാം കാര്യങ്ങൾ മുമ്പോട്ട് ശുശ്രൂഷ ആവശ്യത്തിനുള്ള ദൂതി ഞാൻ തന്നു കഴിഞ്ഞു. അതുകൊണ്ട് ദൈവസഭയെ 2025 വായിച്ചാൽ മതി വീട്ടിൽ പോയി. സ്തോത്രം. പെട്ടെന്ന് 2 കാര്യം ഓർപ്പിക്കാണ്ട് പെട്ടെന്ന് വായിച്ചേ. സ്പീഡ്. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് എന്ത് ചെയ്യണം?
വീര്യത്തോട് പരിജ്ഞാനവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, പരിജ്ഞാനത്തോട് ഇന്ദ്രജയവും. ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും. ഇന്ദ്രജയത്തോട് എന്ത് വേണം? ഇതൊക്കെ ഒത്തിരി ഒത്തിരി നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വീട്ടിൽ പോയി വായിക്കുക കേട്ടോ. സ്തോത്രം. എനിക്ക് സമയത്തിൻ്റെ അഭാവം കൊണ്ട് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. ഇതൊക്കെ തറവാവേണ്ട കാര്യങ്ങളാണ്. ഒത്തിരി കാര്യങ്ങൾ. അമ്മേനെ സ്തോത്രം. വായിച്ചാട്ടെ. സ്ഥിരതയോട് ഭക്തിയും. സ്ഥിരതയോട് വേണം ഭക്തി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ അങ്ങ് നിർത്തുക. 10 മിനിറ്റ് കൂടെ ഉണ്ട്, ഞാൻ അങ്ങ് നിർത്തുക. സ്തോത്രം. നമുക്ക് മതി. ഞാൻ ഈ കഴിഞ്ഞ വ്യാഴം, വെള്ളി, ശനി, ഞായർ ഇന്നും കൂടെ ദൈവം നമുക്ക് ആവശ്യമുള്ള സന്ദേശം തന്നു കഴിഞ്ഞു. വചനം നമുക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായ ദൂത് പറയുവാൻ കഴിയാഞ്ഞിട്ടല്ല, പറയാതിരുന്നതിൻ്റെ കാരണം സഭയിൽ ഒരു സഭയാ ദൈവത്തിന് ഇമ്പോർട്ടൻ്റ്. ഒരിക്കൽ കൂടെ ഞാൻ അക്കമിട്ട് പറയുക, ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ പോകും. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയാം. പ്രിയപ്പെട്ടവരെ, നിത്യത നഷ്ടപ്പെടുത്തരുത്. ദൈവസഭ നമ്മുടെ കളിക്കളമല്ല. ദൈവസഭ നമ്മുടെ പരിജ്ഞാനത്തിൽ വളരാനുള്ളതാ. ഞാൻ ചിന്തിക്കുന്നു, ഞാൻ ഒരു കാരണവശാലും ഇവിടെ വരുവാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തൊരു മനുഷ്യനാണ്. എന്നാൽ ദൈവം എന്നെ ഇവിടെ അയച്ചതാ. അതുകൊണ്ട് ദൈവം അയച്ചതാ. നിങ്ങളെ ദൈവം ഒത്തിരി സ്നേഹിക്കുന്നു. കർത്തൃദാസനെ കുടുംബത്തെ ദൈവം ഒത്തിരി സ്നേഹിക്കുന്നു. ഒത്തിരി ദൈവ ഫേവറുണ്ട്. ദൈവസഭയോട് ഒത്തിരി ഫേവറുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, ആമേൻ, രക്തബന്ധങ്ങൾ ഇവിടം കൊണ്ട് തീരുമ്പോൾ നമ്മുടെ ബന്ധം, ആമേൻ, പിരിയാ ബന്ധമാ, നിത്യത വരെയുള്ളതാ. ഈ എല്ലാ മുഖങ്ങളെയും നിത്യതയിൽ കാണണം. എനിക്ക് നിത്യതയിൽ കാണണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നു, 2025 ദൈവസഭയോടുള്ള ബന്ധത്തിൽ അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും കർത്താവ് പറഞ്ഞ എല്ലാ ദൈവിക വാഗ്ദത്തങ്ങളുടെയും പൂർത്തീകരണത്തിൻ്റെയും ദിനങ്ങളായി തീരട്ടെ എന്ന് ഞാൻ വളരെ തികഞ്ഞ ആത്മാർത്ഥതയോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവരും ഞാൻ സ്നേഹിക്കുന്നു. ലവ് യു ഓൾ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്തൃദാസനെ കുടുംബത്തെയും ദൈവസഭയെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. എന്നെ ആത്മീയ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ബഹുമാനിയ കർത്തൃദാസനോടും കുടുംബത്തോടും ദൈവസഭയോടും ഉള്ള അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ.